പള്ളിക്കൂദാശാകാലം 1-ാം ഞായർ വചനവിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ക്രിസ്തീയ ആധ്യാത്മികതയുടെ കാതലായ സ്നേഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ ലേഖനത്തിൽ നാം വായിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹമാണ് ഏറ്റവും സർവോത്കൃഷ്ടം എന്ന് നാം വായിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുകയാണ്, മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷകളിൽ എനിക്ക് സംസാരിക്കുവാൻ കഴിവുണ്ടെങ്കിലും മലകളെ മാറ്റുവാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായിരുന്നാലും പ്രവചന വരം എനിക്കുണ്ടായിരുന്നാലും എനിക്കുള്ളതെല്ലാം ഞാൻ ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കുവാനായി ഞാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അനുസ്മരിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ സ്നേഹത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് ഇന്നത്തെ ലേഖനത്തിലൂടെ നമ്മോട് വളരെ വാചാലമായിട്ട് സംസാരിക്കുന്നു. ആദ്യമായി, സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ക്രിസ്തീയ ഗുണമെന്നത് ക്ഷമയാണ്. പത്രോസ്ലീഹ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന്. ഈശോ പറയുന്നു, 7 അല്ല 70 പ്രാവശ്യം നീ ക്ഷമിക്കുക. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന ചൊല്ലിന് വിപരീതമായിട്ട് ഈശോ പറയുകയാണ്, നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. നമുക്കറിയാം, ശത്രുവിനെ സ്നേഹിക്കണമെങ്കിൽ ആദ്യമായിട്ട് ആ വ്യക്തിക്ക് ശത്രുവിനോട് ക്ഷമിക്കാനാകണം. കാശ്യയിലെ വിശുദ്ധ റീത്തായുടെ ജീവിത കഥ ഒരുപക്ഷെ നിങ്ങൾ വായിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. വിശുദ്ധ കാശ്യായിക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്, 2 ആൺമക്കള്. വിശുദ്ധ റീത്തയുടെ ഭർത്താവ് അകാലത്തില് കൊലയാളികളാൽ കൊല്ലപ്പെടുകയാണ്. വിശുദ്ധ റീത്ത ഒരിക്കല് തൻ്റെ 2 ആൺമക്കളുമായിട്ട് തൻ്റെ ഭർത്താവിൻ്റെ കുഴിമാടത്തിൽ പോയി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ റീത്തായുടെ ആ 2 ആൺമക്കൾ പറഞ്ഞു, അമ്മ കരയേണ്ട. ഞങ്ങൾ പ്രായമായി കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ കൊലയാളികളെ ഞങ്ങൾ തന്നെ കൊന്നുകൊള്ളാം, അവരെ വധിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതികാരം വീട്ടിക്കൊള്ളാം. വിശുദ്ധ റീത്ത പ്രാർത്ഥിച്ചത് മറ്റൊരു രീതിയിലാണ്. വിശുദ്ധ റീത്ത ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ മക്കളുടെ മനസ്സിൽ നിന്ന് പ്രതികാരം മാറുന്നില്ലെങ്കിൽ, ഇവരുടെ പിതാവിന് ക്രൂരമായിട്ട് ഇവരുടെ കൊലയാളികളോട് ക്ഷമിക്കുവാൻ എൻ്റെ മക്കൾക്കാകുന്നില്ല എങ്കിൽ ദൈവമേ, അവരുടെ ജീവൻ എടുക്കണമേ എന്ന് റീത്ത ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ 2 മക്കളും ചെറുപ്പത്തിൽ തന്നെ മരണമടയുകയാണ്. പ്രിയമുള്ളവരെ, ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ മാതൃകകളെക്കുറിച്ച് ഇനിയും നാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പായെ വധിക്കുവാനായിട്ട് അദ്ദേഹത്തെ വെടിവെച്ച അഗ്ഗ എന്ന മനുഷ്യനെ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ അയാളായിരുന്ന ജയിലിൽ പോയി സന്ദർശിക്കുകയും അയാളോട് ക്ഷമിക്കുകയും ചെയ്ത വാർത്ത ലോകത്തിലുള്ള എല്ലാ വർത്തമാന പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ വന്ന വാർത്തയാണ്. അതുപോലെ നമുക്കറിയാവുന്ന മറ്റൊരു മാതൃകയാണ് ഗ്രഹാം സ്റ്റെയിൻ എന്ന മിഷണറിയെയും അദ്ദേഹത്തിന്റെ മക്കളെയും കൊന്ന വ്യക്തികളോട് ഗ്രഹാം സ്റ്റെയിനിന്റെ ഭാര്യ ക്രിസ്തീയ മാതൃക പിന്തുടർന്ന് അവരോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുന്ന രംഗം. അതുപോലെ റാണി മരിയയുടെ ഘാതകരോട് റാണി മരിയായുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ ക്ഷമിച്ചപ്പോൾ റാണി മരിയായുടെ ഘാതകന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, ക്ഷമ എന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഗുണമാണ്, ഒരു പുണ്യമാണ്. നാം ഒക്കെ പലപ്പോഴും പറയാറുണ്ട്, പലരും എന്നോട് ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ട്, എനിക്ക് നൽകേണ്ട സ്നേഹം എൻ്റെ മാതാപിതാക്കൾ നൽകിയിട്ടില്ല, എന്നോട് കാട്ടേണ്ട പരിഗണന എൻ്റെ സഹോദരങ്ങൾ എന്നോട് കാട്ടിയിട്ടില്ല, പലപ്പോഴും എൻ്റെ അധ്യാപകർ
എന്നേക്കാൾ ഉപരിയായി മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തു. എൻ്റെ അധികാരികൾ പലപ്പോഴും എന്നോട് വളരെ ക്രൂരമായിട്ട് പെരുമാറി. ഇങ്ങനെ വളരെയേറെ മുറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ പേറുന്നവരാണ് നമ്മളൊക്കെ. നാം ഒരു കാര്യം മറക്കാതിരിക്കുക, നമ്മുടെ ആന്തരിക മുറിവുകളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ നാം പലരോടും ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. നമ്മെ സ്നേഹിച്ചില്ല എന്ന് നാം കരുതുന്ന നമ്മുടെ മാതാപിതാക്കളോട്, നമ്മെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് നാം കരുതുന്ന നമ്മുടെ അധ്യാപകരോട്, അധികാരികളോട്, നമ്മുടെ കൂട്ടുകാരോട്, ഇവരോടൊക്കെ ക്ഷമിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് ക്രിസ്തീയ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ നമുക്കാവുക. രണ്ടാമതായിട്ട് സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സ്നേഹം അസൂയപ്പെടുന്നില്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ ദുർഗുണങ്ങളിൽ ഒന്നാണ് അസൂയ എന്നത്. ലോകത്തിലെ ആദ്യത്തെ കൊലപാതകത്തിന് കാരണമാകുന്നത് അസൂയയാണ്. തൻ്റെ സഹോദരന്റെ ബലിയിൽ തൻ്റെ ബലിയേക്കാൾ ദൈവത്തിന്, തൻ്റെ കാഴ്ചയേക്കാൾ കൂടുതൽ ദൈവത്തിന് പ്രീതിജനകമായി എന്ന് കാണുന്ന കായേൻ സ്വന്തം സഹോദരനെ വധിക്കുകയാണ്. കരുണയില്ലാത്ത അവന്റെ പ്രവൃത്തി അവിടെ അരങ്ങേറുകയാണ്. ലോകത്തിൽ ആകെ 4 മനുഷ്യർ മാത്രമുള്ള ആ അവസ്ഥയിൽ കായേൻ സ്വന്തം സഹോദരനെ കൊല്ലുന്നത് അസൂയ എന്ന ദുർഗുണം മൂലമാണ്. നമ്മുടെ മനസ്സിലും ഒരുപക്ഷെ അസൂയ എന്ന ദുർഗുണം ഉണ്ടായിരിക്കാം. നാം ഓർക്കുക, അസൂയ എന്ന ദുർഗുണത്തെ ജയിക്കുമ്പോൾ മാത്രമാണ് നാം നല്ലൊരു ക്രിസ്ത്യാനിയായി തീരുക, നല്ലൊരു മനുഷ്യനായി തീരുക. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകളെ ഓർത്ത് ദൈവത്തോട് നാം നന്ദി പറയുക. ദൈവമേ, എൻ്റെ കഴിവുകൾ വളർത്തിയെടുക്കുവാനുള്ള കഴിവെനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. മറ്റുള്ളവന്റെ കഴിവുകൾ അംഗീകരിക്കാനും മറ്റുള്ളവന്റെ വളർച്ചയിൽ സന്തോഷിക്കുവാനുമുള്ള കൃപാവരം എനിക്ക് തരണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് വളർച്ചയുണ്ടാവുക, മറ്റുള്ളവരെ വളർത്തുവാൻ നമുക്കാവുക. മറ്റുള്ളവനെ വളർത്തുമ്പോഴാണ് നാം ആധ്യാത്മികമായിട്ട് നാമും വളരുക. ഇനിയും സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല. പല വ്യക്തികളും പറയാറുണ്ട്, ഞാൻ ഈ നിലയിലായത് എൻ്റെ കഴിവുകൊണ്ടാണ്, ആരും എന്നെ സഹായിച്ചത് കൊണ്ടല്ല ഞാൻ ഈ നിലയിലായതെന്ന് അഹങ്കരിക്കുന്നവരും ഗർവ് പറയുന്നവരുമായിരിക്കാം ഒരുപക്ഷെ നമ്മിൽ പലരും. പക്ഷേ നാം ഓർക്കുക, ദൈവം നമുക്ക് തരാത്തതായിട്ട് ഒന്നും നമുക്കില്ല എന്ന് നാം മനസ്സിലാക്കുക. ദൈവം തരാത്തതായിട്ട് നമുക്കൊന്നുമില്ല. ദൈവം നമുക്ക് തരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഉള്ളത്. നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ കഴിവുകള്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഒരു നിമിഷം മതി നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട് എന്ന് നാം അഹങ്കരിക്കുന്നതെല്ലാം തകർന്നു പോകുവാൻ ഒരപകടം മതി. അല്ലെങ്കിൽ അവിചാരിതമായിട്ട് കടന്നു വരുന്ന ഒരു മാരക രോഗം മതി നമ്മുടെ ജീവിതത്തിൽ നാം കെട്ടിപ്പടുത്തു വരുന്ന പല കാര്യങ്ങളും തകർന്നു പോകുവാനായിട്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ എളിമയുള്ളവരായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്. ദൈവം തരാത്തതായിട്ട് എനിക്കൊന്നുമില്ല. ഞാൻ ദൈവത്തോടുകൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാനാവുക. തായ്തടി ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് മുന്തിരിച്ചെടിയിലെ ശാഖകൾക്ക് ഫലം പുറപ്പെടുവിക്കാനാവുക. അതുകൊണ്ട് ഈശോയാകുന്ന ആ തായ്തണ്ടിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഈശോയാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഫലങ്ങൾ പുറപ്പെടുവിക്കാനാകുന്നത് എന്ന വസ്തുത നാം മനസ്സിലാക്കുക. കടലിലെ തിരമാലകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ തിരമാലകളിൽ വെള്ളം ഉയർന്നു പൊങ്ങാറുണ്ട്. പക്ഷേ വെള്ളം ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് കരുതുക, എൻ്റെ കഴിവ് കൊണ്ടാണ് തിരമാലകൾ ഉണ്ടാകുന്നത് എന്ന് കരുതി ആ വെള്ളത്തെ നാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ ആ വെള്ളത്തിന് തിരയാകുവാനായിട്ട് സാധിക്കുകയില്ല. കടലിന്റെ മടിത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് വെള്ളത്തിന് തിരയാകുവാനായിട്ട് സാധിക്കുക. അതുപോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാനാവുക, മറ്റുള്ളവർക്ക് ഉപകാരമുള്ള വ്യക്തികളായി തീരുവാൻ നമുക്കാവുക. അതുകൊണ്ട് നാം മറക്കാതിരിക്കുക, സ്നേഹത്തിന്റെ വലിയൊരു ഗുണമെന്ന് പറയുന്നത് സ്നേഹം ഗർവ് പറയുന്നില്ല, സ്നേഹം അഹങ്കരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയും സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഈശോ പറയുന്നുണ്ട്, സ്നേഹിതന് വേണ്ടി സ്വയം ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്.
ഈശോ കാൽവരിഗിരിയില് കുരിശുമരത്തില് ആ കുരിശിൽ നാണികളിൽ മറയ്ക്കപ്പെട്ട് ഈശോ മരണമടഞ്ഞപ്പോൾ ഈശോ സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃക നമുക്ക് കാട്ടിത്തന്നു. സ്നേഹത്തിലേക്ക് വളർന്നു വരുന്നതിനുള്ള കൃപാവരത്തിനായിട്ട് ഈശോയുടെ കുരിശിന് മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. ഇനിയും സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. സ്നേഹം കോപിക്കുന്നില്ല, സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല. നാം കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സ്നേഹപൂർവ്വം പെരുമാറുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാം. എന്റെ ക്രൂരമായ വാക്കുകൾ, കോപത്തിന്റെ ഫലമായി എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ പലരുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന വാക്കുകളാണ്, കൂരമ്പുകളാണ് എന്ന് നാം മനസ്സിലാക്കാതിരിക്കുക. സ്നേഹത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ കാര്യമുണ്ട്. സ്നേഹം ആരംഭിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ്. എൻ്റെ ഹൃദയത്തിൽ സ്നേഹമുള്ളപ്പോൾ മാത്രമാണ് മറ്റൊരു വ്യക്തിക്ക് സ്നേഹം പകരുവാൻ എനിക്കാവുക. കുടുംബത്തിൽ സ്നേഹം അനുഭവിച്ച മക്കൾക്ക് മാത്രമാണ് നല്ല സ്നേഹം പകരുന്ന മക്കളായിട്ട് വളരുവാനായിട്ട് സാധിക്കുക. ഇന്ന് പല മാതാപിതാക്കളും പറയാറുണ്ട്, എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ട് വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചു വളർത്തിയ മകനാണ്, മകളാണ്. പക്ഷേ അവൾ പ്രായപൂർത്തിയായപ്പോൾ അവള് താന്തോന്നിയായി, അവൾ അവളുടെ വഴിയെ പോയി. ഇന്ന് ഞങ്ങളുടെ കാര്യത്തിൽ അവൾക്ക് താല്പര്യമില്ല. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ഒട്ടും ചേരാത്ത ഒരു വ്യക്തിയെ സ്നേഹിച്ച് അവനുമായി അല്ലെങ്കിൽ അവളുമായിട്ട് അവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരായ മാതാപിതാക്കളെ, ഒരു കാര്യം മറക്കാതിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടാകാം നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ ആ സ്നേഹം നിങ്ങളുടെ മക്കൾക്ക് അനുഭവവേദ്യമാകുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. സ്നേഹം വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കപ്പെടാത്ത സ്നേഹം യാതൊരു ഫലവും പുറപ്പെടുവിക്കുന്നില്ല. ചില മക്കളൊക്കെ പറയാറുണ്ട്, എൻ്റെ മാതാപിതാക്കള് എന്നെ വേണ്ട പോലെ സ്നേഹിച്ചില്ല, എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല, അവരുടെ ജോലികളിലായിരുന്നു അവർക്ക് താല്പര്യം, അവർ ഞങ്ങളെ ബോർഡിംഗ് സ്കൂളിലാക്കി അല്ലെങ്കിൽ ആയയുടെ പക്കൽ ഞങ്ങളെ ഏൽപ്പിച്ചു, ഞങ്ങളുടെ കാര്യത്തിൽ അവർ കാര്യമായ ശ്രദ്ധയൊന്നും ചെലുത്തിയില്ല. അങ്ങനെ സ്നേഹമറിയാതെ ഞങ്ങൾ വളർന്നു വന്ന ഞങ്ങൾ പ്രായപൂർത്തിയായപ്പോൾ മറ്റൊരുവനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ മറ്റൊരുവളെ കണ്ടപ്പോൾ അവളുടെ പുറകെ പോയി. അവളിൽ നിന്ന് സ്നേഹം ലഭിച്ചപ്പോൾ, അവനിൽ നിന്ന് സ്നേഹം ലഭിച്ചപ്പോൾ അവൻ്റെ പുറകെ പോയി. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ മക്കൾക്ക് സ്നേഹം കൊടുക്കുക. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കർത്തവ്യമെന്നത് പണമുണ്ടാക്കുകയല്ല, മറിച്ച് മക്കൾക്ക് സ്നേഹവും യഥാർത്ഥമായ ക്രിസ്തീയ വിശ്വാസവും കൊടുക്കുക എന്നതാണ്. ഇനി നാം ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന അനുഭവമാണ് പത്രോസിനെ വലിയ ഒരു ക്രിസ്തു ശിഷ്യനാക്കി മാറ്റിയത്. സ്നേഹത്തിന്റെ ബാലപാഠങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട് ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നും യേശു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നും അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ, അവന്റെ സ്നേഹത്തിൽ ഞാൻ പങ്കാളിയാകുമ്പോൾ എൻ്റെ ഹൃദയവും സ്നേഹം കൊണ്ട് നിറയുമെന്നും നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതവും സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളായി മാറും. നമുക്ക് പള്ളിക്കൂദാശാക്കാലം 1-ാം ഞായറാഴ്ച ആരംഭിക്കുന്ന ഇന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ സ്നേഹത്താൽ നിറയുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ നിന്ന് വിദ്വേഷവും അസൂയയും മറ്റെല്ലാ നിഷേധാത്മകമായ ചിന്തകളും നീ എടുത്തു മാറ്റണമേ. എൻ്റെ ഹൃദയത്തെ സന്തോഷവും സമാധാനവും കൊണ്ട് നീ നിറയ്ക്കണമേ.